ബഹുമാനപ്പെട്ട വിഷയാവതാരകൻ ഡോക്ടർ ഒ.ജെ. ജോൺ അവറുകൾ ഇവിടെ ഏതാണ്ട് 7 മേഖലകൾ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വേർപെട്ട സ്ഥലം സഭകൾ ആരംഭിച്ചത് തന്നെ അദ്ദേഹം തുടക്കത്തിൽ ഇതിൻ്റെ നേതൃനിരയെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഓട്ടോണമസി എന്ന് പറയുമ്പോൾ സ്ഥലം സഭകൾ സ്വതന്ത്രമാണ്. അത് നേതൃനിര ഒരിക്കലും ഒരു വൺമാൻ ഷോ അല്ല. ആ കാര്യം അദ്ദേഹം ഊന്നൽ നൽകി. എന്നാൽ ഈ ബന്ധത്തിൽ സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യം പറയുമ്പോൾ തന്നെ അനേക വിഷയങ്ങൾ അതോട് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മധ്യത്തിലും സെന്ററുകൾക്ക് വളരെ പ്രാധാന്യം നൽകി. അത് ചില കെട്ടുപണികൾക്കൊക്കെ മുഖാന്തരമായിട്ടും ഓരോ സെന്ററിൽപ്പെട്ട സ്ഥലം സഭകൾക്ക് ഒന്നിച്ചു കൂടുവാനും ഒക്കെയുള്ള ആ സ്വാതന്ത്ര്യം കണക്കിലെടുത്ത് അതിനുള്ള സാവകാശം, നിർമ്മിതികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വിസ്മരിച്ച ഒരു കാര്യം, ദൈവവചനത്തിന്റെ ക്രമീകൃതമായ പരിശീലനം, അഭ്യസനം, അത് ഗ്രാസ് റൂട്ട് ലെവലിൽ സ്ഥലം സഭയിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ അത് വിസ്മൃതി ആ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. അപ്പൊ ഈ ബന്ധത്തിൽ ഇപ്പോൾ ചില ചോദ്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഉന്നയിക്കാം. അതിന് ശ്രീ എം.വി. ബാബു അവർകൾ, ഡോക്ടർ ഒ.ജെ. ജോൺ, അതുപോലെ ജെ.സി. ദേവ് സാറ്, ഇവർ അതിന് വിശദീകരണവും മറുപടിയും നൽകും. കായംകുളത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു വരികയും ഇപ്പോൾ ചങ്ങനാശ്ശേരി മാമൂട് ആയിരിക്കുകയും ചെയ്യുന്ന പത്തനംതിട്ട ബൈബിൾ കോളേജിൽ നിന്ന് നല്ല നിലയിൽ മാസ്റ്റേഴ്സ് കൈവശമാക്കിയിട്ടുള്ള സഹോദരൻ തങ്കച്ചൻ മാത്യു ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദ്യം ഉന്നയിക്കാവുന്നതാണ് ഈ സമയം. വേർപെട്ട ദൈവജനമായ ബ്രദർ സമൂഹം ആരംഭകാലം മുതൽ തന്നെ അടിസ്ഥാനപരമായി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. സ്ഥലം സഭകൾ സ്വതന്ത്രമാണ്, വിശ്വാസികൾ സ്വതന്ത്രരാണ്, പ്രവർത്തനങ്ങൾ സ്വതന്ത്രമാണ്. ഈ നിലയിലുള്ള ചിന്താഗതി ആരംഭകാലങ്ങൾ മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നാം അതിന് വളരെ പ്രാധാന്യവും നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് സംശയം ഉളവാക്കുന്ന കാര്യം ഇതാണ്: സ്ഥലം സഭകൾ സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ, നാം വിശ്വസിക്കുമ്പോൾ, സ്ഥലം സഭകൾ തമ്മിൽ, പ്രാദേശിക സഭകൾ തമ്മിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നർത്ഥമുണ്ടോ? പരസ്പരം ബന്ധപ്പെടുവാനും കൂട്ടായ്മ ആചരിക്കുവാനും പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാനും പാടില്ല എന്ന് അർത്ഥമുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ സംഘടനാ വിഭാഗങ്ങളുണ്ട്, സെന്ററുകളുണ്ട്, മറ്റ് പല വിധത്തിലുള്ള കേന്ദ്രീകൃത സംവിധാനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യം എന്ന വിഷയം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്ഥലം സഭകൾ സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ സഭകൾ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്ന് അർത്ഥമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പ്രതീക്ഷിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ജെ.സി. ദേവ് സാറിനോടാണ് ഞാൻ ചോദിക്കുന്നത്. കുതിക്കുക, കിതക്കുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും നല്ലൊരു വാക്ക് കുതിക്കുക എന്ന് തന്നെയാണ്. കുതിപ്പ് എന്നാണ്. ഒരു എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ഓടുക, പായുക, ഇങ്ങനെ ഉയരങ്ങളിലേക്ക്
ഉയർന്നു പൊങ്ങുക. അതാണ് കുതിപ്പിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം. അതാണ് ഞാൻ നോക്കിയിട്ട് ഈ ബ്രദർ സഭ അയർലൻഡിലെ ഡബ്ലിനിൽ ആരംഭിക്കുന്നത് ഔദ്യോഗികമായി ആളുകൾ പറയുക 1830 പക്ഷെ അതിൻ്റെ ഹോംവർക്ക് 1825 തുടങ്ങി. അന്ന് തുടങ്ങുന്ന ഈ 5 യുവാക്കന്മാർ അവർ പ്രധാനമായും ആംഗ്ലിക്കൻ സഭാ പശ്ചാത്തലമുള്ളവരായിരുന്നു, കത്തോലിക്ക പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് നിലവിലുള്ള ഒരു മെയിൻ സ്ട്രീം സഭയുമായിട്ടുള്ള അംഗത്വവും അതോടുള്ള അടുപ്പവും ബന്ധവും എല്ലാം പുലർത്തിപ്പോരുകയാണ്. ഞാൻ പറഞ്ഞത് ഈ ഗൃഹപാഠം, ഈ ഗൃഹ ഹോംവർക്ക് 1825 തുടങ്ങുമ്പോൾ അവർക്കുണ്ടായ ഒരു കൺഫ്യൂഷനുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അവര് ബൈബിൾ വായിച്ചപ്പോൾ അവർ നിലനിന്നിരുന്നതായ എപ്പിസ്കോപ്പൽ സഭകളിലെ ബ്രേക്കിംഗ് ബ്രെഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ബ്രേക്കിംഗ് ബ്രെഡ്, അപ്പം നുറുക്കൽ എന്ന് പറയുന്ന സംവിധാനം ആംഗ്ലിക്കൻ സഭകളിലോ കത്തോലിക്ക സഭകളിലോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിലോ ഇല്ല. അവിടുത്തെ പോരായ്മയാണെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ വചനം വെളിപ്പെടുത്തുന്ന അപ്പം നുറുക്കൽ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നമുക്കുണ്ടാകണം എന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റഡീസാണ്, ചിന്തകളാണ്, സംവാദങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവർക്കൊരു ബോധ്യമുണ്ടായി, നമുക്ക് അപ്പം നുറുക്കൽ തുടങ്ങാം എന്നവർ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ അപ്പം നുറുക്കൽ ആരംഭിക്കുക. പക്ഷെ ഈ അപ്പം നുറുക്കുമ്പോൾ ഉണ്ടായൊരു സംഭവം, ഇവരിൽ 4 പേര് തയ്യാറായി, ഒരാള് പിന്നീടാകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. 5ാമത്തെ ആളും കൂടെ ചേർന്ന് ഇതിൻ്റെ അനുഭാവി എന്നുള്ള നിലയിൽ അദ്ദേഹവും കൂടെ ചേർന്ന് മുൻപോട്ട് പോകുമ്പോൾ അന്നത്തെ അവരുടെ തീരുമാനം എന്ന് പറയുന്നത്, ആംഗ്ലിക്കൻ സഭകളിലോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിലോ ഉള്ളതായ ആ ബന്ധം നിലനിർത്തുകയും ഇവർ പുറത്ത് ഈ 5 പേര് ചേർന്ന് അപ്പം നുറുക്കൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടി ആചരിച്ചു പോകാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനകത്ത് ചില ദൈവദാസന്മാർ പറഞ്ഞു, അത് പോരാ, നമ്മൾ നിലവിലുള്ള എപ്പിസ്കോപ്പൽ സഭകളിലെ ബന്ധം ഉപേക്ഷിച്ചിട്ട് എല്ലാവരും ചേർന്ന് അപ്പം നുറുക്കൽ എന്ന് പറയുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ആരാധനയ്ക്ക് വേണ്ടി വേർതിരിയണം എന്നൊരു ചിന്തയുണ്ടായി. അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. ഏതായാലും അവരാരംഭിച്ചു. അപ്പോൾ നമ്മുടെ മുഖ്യമായ സ്ഥാനം അപ്പം നുറുക്കൽ എന്നുള്ളതാണ്. അത് തുടങ്ങി പിന്നെ സ്റ്റഡി നടക്കുക, പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം വന്നു. ഞാൻ ആ ഭാഗം എല്ലാം ഉപേക്ഷിക്കുക. ഇപ്പം നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ഇപ്പം നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വചനാനുസരണം, അപ്പം നുറുക്കൽ ഉൾപ്പെടെയുള്ള ആരാധന ആ ക്രമീകരണമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഈ പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്, ഉപദേശമാണ്. അത് ആഗോള വ്യാപകമായിട്ട് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധിയോ പ്രതിബന്ധമോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ ശരിയാവണ്ണം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യം, ഇപ്പോൾ നമ്മളിവിടെ കേട്ട ആ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ആരംഭിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നുമല്ല, വിദേശ രാജ്യങ്ങളിലൊന്നുമല്ല. അത് ഉള്ള നിലയിൽ പറയുകയാണെങ്കിൽ
നമ്മുടെ മധ്യ തിരുവിതാംകൂറിലാണ് അത് ആരംഭിക്കുന്നത്. അല്ലാതെ ലോകത്തിൽ ഒരിടത്തും പ്രാദേശിക സഭകളുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരിക്കലും ബ്രദറൻ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയായിരുന്നില്ല. അത് കേരളത്തിലാണ് ആരംഭിക്കുന്നത്. കേരളത്തിൽ അന്ന് മിഷണറി നോയൽ അന്നത്തെ ആശാന്മാർക്ക് അന്ന് ഇവിടെ കേൾക്കുന്ന യാതൊരു സംജ്ഞയും ഉണ്ടായിരുന്നില്ല. ആശാന്മാർ എന്ന പേരാണ്. ആശാന്മാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം അധ്യാപകർ, ഉപദേഷ്ടാക്കന്മാർ, നടത്തിപ്പുകാർ, അതിന്റെ ലീഡേഴ്സാണ് അവർ. അത് കുമ്പനാട്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അടൂരാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് റാന്നിയിലാണ്. ഈ 3 സ്ഥലത്താണ് നോയലിന്റെ സാമ്പത്തികമായ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ സഭാപ്രസ്ഥാനവുമായി മുമ്പോട്ട് പോകുന്ന ആശാന്മാരും അവരുടെ ചുറ്റുപാടുമുള്ള ദൈവമക്കളുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആശാന്മാർക്ക് കൃത്യമായി എല്ലാ മാസവും ഒരു സാമ്പത്തികമായ സഹായം നൽകേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു സൗകര്യം, ഒരു സമയം, ഒരു ക്രമീകരണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് കുമ്പനാട്ടും അടൂരും റാന്നിയിലും ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ചത്. ആ കൂട്ടായ്മയുടെ പ്രചോദനം ആണെന്നുള്ള ധാരണയിലാണ് ഇന്ന് സെന്റർ എന്നുള്ള വാക്കുണ്ടായത്. നിങ്ങളെ ലോകത്തിലുള്ള ബ്രദറൻ സമൂഹത്തിന്റെ ഏത് ഹിസ്റ്ററി പരിശോധിച്ചാലും, അയർലൻഡിലുള്ള ഡബ്ലിനിലുള്ള വേണ്ട ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ, നോക്കിയാലും ഇനി ഇന്ത്യയിലാണെങ്കിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സൃഷ്ടികളാണെങ്കിലും സെന്റർ എന്നൊരു വാക്ക് ബ്രദറൻ ഹിസ്റ്ററിയിൽ കാണുവാൻ കഴിയില്ല. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതും കുമ്പനാട്, അടൂര്, റാന്നി, വേറെ ഒന്നും സെന്ററില്ല. ആ സെന്ററിന്റെ പശ്ചാത്തലം പിടിച്ചിട്ട് ഒരു സെന്റർ കേന്ദ്രീകൃത ഭരണത്തിലേക്കാണ് നിർഭാഗ്യവശാൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് കുതിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ കിതപ്പ് ഉണ്ടാകുന്നു എന്ന് സങ്കടപ്പെടുവാനായിട്ട് കഴിയൂ. എന്നാൽ ഹിസ്റ്ററി പരിശോധിച്ച് വരുമ്പോൾ കുതിപ്പ് എന്ന് പറയുന്ന സംഭവം ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ ഉണ്ടായിട്ടുള്ളൂ. അത് അതോടെ തീർന്നു. പിന്നെ മുഴുവനും കിതപ്പ. അവിടെ മുതൽ ഇന്ന് വരെ കിതപ്പ. 200 വർഷങ്ങളായിട്ട് കിതപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടയിൽ നിരവധി മുടക്കുകളും വിലക്കുകളും പുറത്താക്കലുകളും ഒറ്റപ്പെടുത്തലുകളും അവഗണനകളും സിംബോസിയങ്ങൾ, സെമിനാറുകൾ, തുറന്ന കത്തുകൾ, തുറക്കപ്പെടാത്ത കത്തുകൾ, ഈ സകല പരിപാടികൾ, അഭ്യാസങ്ങളും നടന്നിട്ടുണ്ട്. അതെല്ലാവരും കൂടെ ചേർത്ത് പറയുന്നതറിയാമോ, നമുക്ക് ഒരു കുതിപ്പ് ഉണ്ടാകാൻ യാതൊരു അർഹതയുമില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്, കൂട്ടം കൂടുന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഉള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് എന്ന് ഞാനും നിങ്ങളും വ്യക്തിപരമായി മടങ്ങി വരാനായിട്ട് ഇഷ്ടപ്പെടുമോ, തയ്യാറെടുക്കുമോ, അപ്പോൾ മാത്രമേ നമുക്ക് ഒരു കുതിപ്പ് അവകാശപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. സുവിശേഷം അറിയിക്കാനായിട്ട് ആളുകൾ തയ്യാറായി മുമ്പോട്ട് വരണം. ഇതിൻ്റെ എല്ലാം പുറകിൽ നിയമനം എന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആ നിയമനം നടത്തേണ്ടത് വാസ്തവത്തിൽ ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് ഡിവൈൻ കോളിംഗ് എന്ന് പറയുന്നത്. ആ കോളിംഗ് ഉള്ള ആളാണ് ആ ശുശ്രൂഷയ്ക്കായി ആ നിമിത്തം സ്വീകരിച്ച് മുൻപോട്ട് വരേണ്ടത്.
അതൊരാവശ്യമാണ്. ഇന്നിപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും, എനിക്കറിയാം. ഇത് കഴിയുമ്പോൾ എനിക്കെതിരെ തന്നെ ഭീഷണികളോ വെല്ലുവിളി വരെ എനിക്കൊന്നും വിഷയമേ അല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നമ്മുടെ കിതപ്പ് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറാകണം. അതിനേറ്റവും ആവശ്യമുള്ളതെന്നറിയാമോ? ഇന്ന് ഞാൻ ആർജിച്ചെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പൊസിഷൻ ഞാൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. ഉപേക്ഷിക്കേണ്ട പങ്കുവെക്കാനായിട്ട് തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ ഒരവസരം കൊടുക്കുക, മറ്റുള്ളവരെ കൂടെ മടക്കി വരുത്തുക, അതിന് തയ്യാറല്ല. മറ്റൊരാള് പച്ച പിടിച്ച് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കാനുള്ളതായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ത്യാഗം വേണം. അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് പോകാതെ ദൈവം അനുഭവിച്ചുള്ളതായ സ്ഥാനത്ത് വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ഇടപെടാനായിട്ട് സാധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ്: ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് എൻ്റെ നിലപാട് സത്യസന്ധമായിട്ടാണോ എന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ട് സന്നദ്ധരാകുന്നില്ല എന്നാണ്. എൻ്റെ ഇരിപ്പ് ഉറപ്പിക്കണമുള്ള ആ തത്രപ്പാടാണ് എന്നെ അലട്ടുന്നത്. അത് മാറിയിട്ട് നമ്മുടെ പ്രാദേശിക സഭകൾ അനുഗ്രഹമായി തീരണം, മുന്നേറണം, അനുഗ്രഹിക്കപ്പെടുന്ന മുമ്പോട്ട് പോകണം, ചൊവ്വേ നേരെ മുൻപോട്ട് പോകണം എന്നുള്ളൊരു ഉത്സാഹമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. ഒരു കുതിപ്പിന് സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതായിട്ട് ആവശ്യമുണ്ട്.